മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരിക്കുകയാണ്. 1 മണിക്കാണ് സമയം നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ കേന്ദ്ര കമ്മിറ്റി കൂടിയുള്ള ദിവസം ഗഡ്കരിയോട് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടുകയായിരുന്നു. മുഖ്യമന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ KV തോമസും ഉണ്ട്. ചീഫ് സെക്രട്ടറിയെയും കാണാം പിറകിൽ. നോബൽ മാരിക്കാരൻ വരണം. നോബൽ, മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ച തുടങ്ങിയാണല്ലോ. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കാമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രാലയത്തിലേക്ക് മുഖ്യമന്ത്രിയും അതോടൊപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം ദില്ലിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവർ അകത്തേക്ക് പോയിരിക്കുകയാണ്. പ്രധാനമായും ഉദ്യോഗസ്ഥരും ഇതിലുണ്ട്. ചീഫ് സെക്രട്ടറി ജയതിലക, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് സെക്രട്ടറി K ബിജു എന്നിവരും ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണെങ്കിലും യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. എന്താണെങ്കിലും ഇപ്പോൾ കൂടിക്കാഴ്ച അല്പസമയം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. നിതിൻ ഗഡ്കരി കൂടി എത്തുകയാണ് യോഗത്തിലേക്ക്. നിതിൻ ഗഡ്കരി യോഗത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നിതിൻ ഗഡ്കരി കൂടി യോഗത്തിന്റെ ഭാഗമാവും. നേരത്തെ അദ്ദേഹം ദില്ലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു യോഗത്തിലായിരുന്നു ഉണ്ടായത്. ആ യോഗത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗതാഗത മന്ത്രാലയത്തിലേക്ക് നിതിൻ ഗഡ്കരി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറത്ത് കൂരിയാട് ദേശീയപാത തകർന്ന് അടക്കമുള്ള നിരവധി പ്രതിസന്ധി വിഷയങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിന് മുന്നിൽ ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഈ യോഗം നടക്കുന്നത്. ദേശീയപാത വികസനം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. അത് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തിയാക്കണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ യോഗമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്താണെങ്കിൽ യോഗത്തിന് വേണ്ടി രണ്ടുപേരും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ഇപ്പോൾ യോഗം നടക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ എല്ലാം പുറത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരും അതോടൊപ്പം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും KV തോമസും മാത്രമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗം ആരംഭിക്കാൻ പോകുന്നു. എന്താണെങ്കിലും യോഗത്തിലേക്ക് കയറി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കയറുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്ന് പറയുന്നത് കേരളത്തിലെ വികസനം, പ്രത്യേകിച്ച് ദേശീയപാത വികസനം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വികസനം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതികളിൽ ഒന്നാണ്. ആ പദ്ധതി അതിന്റെ അവസാന ഘട്ടം, പ്രത്യേകിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന നിമിഷത്തിലാണ് ഈ കൂരിയാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ദേശീയപാതയിൽ വിള്ളലും അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ തകർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ KNR ലിമിറ്റഡ് അടക്കമുള്ള കമ്പനികൾക്കെതിരെയും ഈ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ആ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി തമ്മിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി എന്ത് തുടർ നടപടികളായിരിക്കും ഇത് സ്വീകരിക്കാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ചകളിലേക്ക് വരും എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രധാനമായും ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. മുഹമ്മദ് റിയാസ് അടക്കം വ്യക്തമാക്കിയത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് എന്നാണ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പലയിടത്തും ഈ ദേശീയപാതയിലെ വിള്ളൽ അതോടൊപ്പം തകർച്ച അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ അഴിമതി അടക്കം നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയരുകയും ചെയ്തു. പ്രത്യേകിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അടക്കം ഈ വിഷയം പരിഗണിക്കുകയും ദേശീയപാത അതോറിറ്റി അതോടൊപ്പം തന്നെ ഉപരിതല ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടക്കം എത്തിക്കൊണ്ട് ഇതിൽ അഴിമതികളും അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും അതാണ് അതിന്മേലുള്ള നടപടിയാണ് ഇപ്പോൾ അറിയേണ്ടത്. കൂരിയാട് ആദ്യം തകർന്ന കൂരിയാട് ദേശീയപാതയിൽ എങ്ങനെയാണ് പുനർനിർമ്മാണം ആലോചിക്കുന്നത്? അവിടെ ഒരു പാലം നിർമ്മിക്കുമോ എന്നുള്ളതാണ്. അതിന് താഴെയുള്ള സർവീസ് റോഡുകളുടെ അടക്കം പ്രശ്നങ്ങൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ശക്തമായി കുത്തിയൊലിച്ച് വെള്ളം താഴേക്ക് വരുന്ന സാഹചര്യം പലയിടത്തുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂരിയാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നിർമ്മാണത്തിൽ ഒരു പുനഃപരിശോധന നടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിതിൻ ഗഡ്കരി എത്തിച്ചേർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി മന്ത്രി മുഹമ്മദ് റിയാസ് കൂടിക്കാഴ്ച തുടങ്ങുകയാണ്. വലിയ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. സംസ്ഥാന സർക്കാരിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വിഷയം കൂടിയാണ്. കാരണം ദേശീയപാത അത് നടപ്പാകുന്നു എന്നുള്ളതൊരു അഭിമാന നേട്ടമായി ഉയർത്തിക്കാണിച്ച ഘട്ടത്തിലാണ് പാതകൾ തകർന്ന സംഭവങ്ങൾ ഒന്നിലധികം ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മഴ കൂടി കനത്തതോടെ റോഡുകളുടെ അവസ്ഥ പരമദയനീയമാവുകയായിരുന്നു. വീഴ്ച പറ്റിയെന്ന് NHA തന്നെ സമ്മതിച്ച സാഹചര്യം കൂടിയുണ്ടത്. കോൺട്രാക്ടർമാരുടെ വീഴ്ചയായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അല്ലാതെ അഴിമതി നടന്നു എന്നുള്ള ആരോപണം അതിൽ കൂടി ശക്തമാണ്. അപ്പോൾ എന്താണ് അടിയന്തര പരിഹാരം? അടിയന്തര പരിഹാരം വേണ്ട വിഷയമാണ്. അത് പാതി വഴിയിൽ പതുക്കെ തുടങ്ങാവുന്ന പരിഹാരമല്ല. അതിന്മേൽ എത്രത്തോളം വേഗമുണ്ടാകുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ്. പൊതുവെ കേന്ദ്രമന്ത്രിമാരിൽ സംസ്ഥാനത്തോട് അനുകൂലമായ നിലപാടെടുക്കാറുള്ള കേന്ദ്രമന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ഈ വിഷയത്തിലും എന്താണ് നിലപാട് എന്ന് അറിയേണ്ടതുണ്ട്. നോബൽ, കൂടിക്കാഴ്ച തുടങ്ങുകയാണോ?
സ്മൃതി കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയാകുന്നത്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാത വികസനം, അതിനിടയിൽ കൂരിയാട് അടക്കമുള്ള മേഖലയിൽ ഉണ്ടായ തകർച്ചകൾ, ആ വിഷയങ്ങളൊക്കെ വിശദമായി തന്നെ ചർച്ചയിലേക്ക് ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളിൽ നോബൽ ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം.